ഹലോ everyone, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ICMR, സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ട്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ, ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് LAC. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICMRനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ICMRനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 വാർത്ത ഉണ്ടായിരുന്നു. ആ ഒരു പുതിയ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ICMR എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് 1911 ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിൽ ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ അല്ലെങ്കിൽ IRFA എന്നുള്ള പേരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നീട് 1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ പേര് ICMR അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നാക്കി മാറ്റുന്നത്. ബേസിക്കലി എന്താണ് ICMR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ICMRൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ബയോമെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അപ്പെക്സ് ബോഡിയാണ്, അല്ലെങ്കിൽ അതിലെ ഹയസ്റ്റ് അതോറിറ്റിയാണ് ICMR എന്ന് മനസ്സിലാക്കുക. അതായത് ബയോമെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫോർമുലേഷൻ, കോർഡിനേഷൻ, അതുപോലെ തന്നെ പ്രൊമോഷൻ, ഈ 3 കാര്യങ്ങളിലുള്ള ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി അല്ലെങ്കിൽ അതിൻ്റെ അപ്പെക്സ് ബോഡിയാണിത്. അതുപോലെ തന്നെ ഈ ബയോമെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ റിസർച്ചിലൂടെയൊക്കെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, ഈ റിസർച്ചിൻ്റെ റിസൾട്ടുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഇന്നൊവേഷന് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്നൊവേഷൻസ് പ്രൊഡക്റ്റുകളായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെയാണ് ICMR പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി ICMRൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ICMRൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ ജനറൽ ഹെഡ് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ICMR ഉണ്ട്. അപ്പോൾ ഈ ഡയറക്ടർ ജനറലെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും അതുപോലെ തന്നെ മറ്റുള്ള സീനിയർ ഒഫീഷ്യൽസൊക്കെ ഉണ്ടാവും. അതുകൂടാതെ ICMRനെ ആസ് എ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ICMRൻ്റെ ഗവേണിംഗ് ബോർഡിനെ ഹെഡ് ചെയ്യുന്നത് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരിക്കും. ഈ ഗവേണിംഗ് ബോർഡിനെ ഈ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ മാറ്റേഴ്സിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് അഡ്വൈസറി ബോർഡ് ഉണ്ടാവും. ഈ സയൻറ്റിഫിക് അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ബോഡിയാണ്. അതായത് ഡിഫറെൻറ്റ് ബയോമെഡിക്കൽ ഡിസിപ്ലിൻസിനകത്ത് എക്സ്പേർട്ട്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ള ഒരു ബോഡിയാണ് ഈ പറയുന്ന സയൻറ്റിഫിക് അഡ്വൈസറി ബോഡി എന്ന് പറയുന്നത്. ഇനി ICMR ബേസിക്കലി നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് വരുന്നത്. ഇവരുടെ ഫണ്ടിങ് ഒക്കെ വരുന്നത് ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ച് ആണ് ICMRനെ ഫണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഗൈൻ വീണ്ടും ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ സൗത്ത് ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിപ്പീൻസിനും ചൈനയ്ക്കും ഇടയിലുള്ള ഡിസ്പ്യൂട്ട് ഇപ്പോൾ വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്യുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. കുറച്ച് ആഴ്ചകളായിട്ട് സ്ഥിരമായിട്ട് ഫിലിപ്പീൻസിൻ്റെയും ചൈനയുടെയും കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾ തമ്മിൽ പരസ്പരം റാം ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് കുറേ ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സൗത്ത് ചൈന സീയുടെ ലൊക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് മനസ്സിലാക്കുക. സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് വെസ്റ്റേൺ പസഫിക്കിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഓഷനും വെസ്റ്റേൺ പസഫിക്കും ഒക്കെ കൂടിച്ചേരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ പസഫിക് ഓഷൻ്റെ വെസ്റ്റേൺ മാർജിനിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീയാണ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഇതിനെ സൗത്ത് ചൈന സീ എന്ന് വിളിക്കാനുള്ള കാരണം മെയിൻലാൻഡ് ചൈനയുടെ ഇത് അല്ലെങ്കിൽ നമ്മൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിക്കുന്ന മെയിൻലാൻഡ് ചൈനയുടെ സൗത്ത് വേർഡ്സ് ആയിട്ട് കിടക്കുന്ന വാട്ടർ ബോഡിയാണ് സൗത്ത് ചൈന സീ. ഇത് ഏകദേശം ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സെമി എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ്. കാരണം ഇതിൻ്റെ സൗത്ത് ചൈന സീയുടെ മാർജിൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ചൈന സീയുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് നമ്മൾ ഈ ഇൻഡോ ചൈന പെനിൻസുല എന്ന് വിളിക്കുന്ന വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് ഒക്കെ ഉള്ള ആ ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സ്റ്റൻഷനായിട്ട് ഗൾഫ് ഓഫ് തായ്ലൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് മലായ് പെനിൻസുല ഉണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഇന്തോനേഷ്യയുടെയും ബ്രൂണയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ ഐലൻഡുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഫിലിപ്പീൻസിൻ്റെ ഐലൻഡുകൾ വരുന്നുണ്ട്, പിന്നെ തായ്വാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോർത്തേൺ സൈഡിൽ ഈ ഏഷ്യൻ ലാൻഡ് മാസും അതുപോലെ തന്നെ സദേൺ സൈഡിലും വെസ്റ്റേൺ സൈഡിലും ഈസ്റ്റേൺ സൈഡിലൊക്കെ ആയിട്ട് ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു ചെയിൻസ് ഓഫ് ഐലൻഡ്സും ആയിട്ട് ഒരു സെമി എൻക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് സൗത്ത് ചൈന സീ. അപ്പോൾ സൗത്ത് ചൈന സീനെ ബാക്കിയുള്ള ഓഷ്യാനിക് റീജിയൻസിലേക്ക് കണക്ട് ചെയ്യുന്നതെല്ലാം തന്നെ ചെറിയ ചില സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ചോക്ക് പോയിന്റുകളാണ് അല്ലെങ്കിൽ ചില സ്ട്രൈറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് നമ്മൾ ഈ വെസ്റ്റേൺ പസഫിക്കിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന സമയത്തും അതൊരു പരിധി വരെ ഒരു സെമി എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബോഡിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സ്ട്രൈറ്റുകളുണ്ട്. അപ്പോൾ ആ സ്ട്രൈറ്റുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ സൗത്ത് ചൈന സീനെ ഈസ്റ്റ് ചൈന സീയുമായിട്ട്, അതായത് പസഫിക് ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചൈനക്കും ജപ്പാനും ഒക്കെ ഇടയിൽ കിടക്കുന്ന ഈസ്റ്റ് ചൈന സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രൈറ്റാണ് തായ്വാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. തായ്വാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത് മെയിൻലാൻഡ് ചൈനക്കും
തായ്വാൻ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫാക്റ്റോ സോവറൈൻ ആയിട്ടുള്ള ഐലൻഡിനും ഇടയിൽ കിടക്കുന്ന ഒരു സ്ട്രൈറ്റാണ് തായ്വാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗത്ത് ചൈന സീനെ ഫിലിപ്പീൻ സീയുമായിട്ട്, ഫിലിപ്പീൻസിൻ്റെ പ്രധാനപ്പെട്ട ഐലൻഡുകളുടെ ഈസ്റ്റ് വേർഡ്സ് കിടക്കുന്ന, അതിൻ്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന കടലാണ് ഫിലിപ്പീൻ സീ എന്ന് പറയുന്നത്. ഈ ഫിലിപ്പീൻ സീയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലുസോൺ സ്ട്രൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റാണ്. ലുസോൺ സ്ട്രൈറ്റ് എന്ന് പറയുന്നത് തായ്വാനും അതുപോലെ തന്നെ ഫിലിപ്പീൻ്റെ പ്രധാനപ്പെട്ട ഐലൻഡ് ആയിട്ടുള്ള ലുസോൺ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ട്രൈറ്റാണ് ലുസോൺ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗത്ത് ചൈന സീനെ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ആൻഡമാൻ സീയുമായിട്ട്, ഓക്കെ, ഇവിടെയാണ് ആൻഡമാൻ സീ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡമാൻ സീയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ വേസിലൊന്നായിട്ടുള്ള സ്ട്രൈറ്റ് ഓഫ് മലാക്കയാണ്, അല്ലെങ്കിൽ മലാക്ക സ്ട്രൈറ്റ് ആണ്. പിന്നെ ഇത് കൂടാതെ ഈ ജാവാ സീയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന വേറെ കുറേ സ്ട്രൈറ്റുകൾ സൗത്ത് ചൈന സീലുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന 3 സ്ട്രൈറ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. തായ്വാൻ സ്ട്രൈറ്റ്, ലുസോൺ സ്ട്രൈറ്റ്, അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഓഫ് മലാക്ക എന്നുള്ള 3 വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ 3 പാസേജസിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി സൗത്ത് ചൈന സീയുമായിട്ട് ബോർഡർ ചെയ്യുന്ന കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സൗത്ത് ചൈന സീയുടെ ഒരു വലിയൊരു ശതമാനം ഏരിയയും, ഏകദേശം ഇവരുടെ എൻറ്റയർ നോർത്തേൺ പാർട്ടും ചൈനയുടെ കോസ്റ്റൽ ഏരിയാസ് ആണ്, അല്ലെങ്കിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ, കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കോസ്റ്റൽ ഏരിയാസ് ആണ്. അതുകൂടാതെ ഇവരുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തായ്വാൻ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തായിട്ട് ഫിലിപ്പീൻസിൻ്റെ കൺട്രോളിലുള്ള കുറേ ഐലൻഡുകളുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രദേശങ്ങൾ, അതായത് ബോർണിയോ ഐലൻഡ് എന്ന് പറയുന്ന വലിയൊരു ഐലൻഡ് ഉണ്ട്. ഈ ബോർണിയോ ഐലൻഡിനകത്ത് 3 രാജ്യങ്ങൾക്ക് ടെറിട്ടറി ഉണ്ട്. ഇന്തോനേഷ്യക്കും മലേഷ്യക്കും ബ്രൂണയ്ക്കും ഉണ്ട്. അപ്പോൾ ഈ മലേഷ്യ, അതുപോലെ തന്നെ ബ്രൂണെ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ട് സൗത്ത് ചൈന സീക്ക് അതിർത്തി ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എക്സ്ട്രീം ആയിട്ടുള്ള വെസ്റ്റേൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഇവിടെ മലേഷ്യയുമായിട്ടും അതുപോലെ തന്നെ സിംഗപ്പൂരുമായിട്ടും അതിർത്തി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ഒരു നോർത്ത് വെസ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഡോ ചൈന പെനിൻസുലയുടെ ഭാഗമായിട്ടുള്ള വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് സൗത്ത് ചൈന സീയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന സൗത്ത് ചൈന സീ എന്തുകൊണ്ട് ഇവിടുത്തെ ഈ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് സൗത്ത് ചൈന സീയുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് സൗത്ത് ചൈന സീയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് പറയുന്നത് ഇതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു വാട്ടർ വേ ആയിട്ട് കണക്കാക്കപ്പെടുന്ന സ്ഥലം, ഹിസ്റ്റോറിക്കലി ഒരു വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ വേ ആണ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. സൗത്ത് ചൈന സീയുടെ വെസ്റ്റ് വേർഡ്സ് കിടക്കുന്നത് ഇന്ത്യൻ ഓഷനും അതുപോലെ തന്നെ ഈസ്റ്റ് വേർഡ്സ് കിടക്കുന്നത് ഈ പസഫിക് ഓഷൻ്റെ മെയിൻ ഏരിയാസുമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഡോ പസഫിക് റീജിയനിലുള്ള മാരിടൈം ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ചൈന സീ വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ ഈ സൗത്ത് ചൈന സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ സൗത്ത് ചൈന സീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഈ മേഖലയിലുള്ള പ്രധാനപ്പെട്ട എക്കണോമിക് പവർ ഹൗസസ് ആണ് ഇതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ചൈന, അതുപോലെ തന്നെ ഈ ആസിയാൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട എക്കണോമിക് പവർ ഹൗസസ് ആയിട്ടുള്ള മലേഷ്യ, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഇനി അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് വേർഡ്സ് പോയി കഴിഞ്ഞാൽ ജപ്പാൻ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ മാരിടൈം ട്രേഡിന് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് സൗത്ത് ചൈന സീനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UNCTADയുടെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിൻ്റെ ടോട്ടൽ ഷിപ്പിങ്ങിൻ്റെ നിയർലി 1/3 കടന്നു പോകുന്നത് സൗത്ത് ചൈന സീയിലൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സൗത്ത് ചൈന സീക്കകത്ത് പൊട്ടൻഷ്യലി വലിയ രീതിയിലുള്ള പെട്രോളിയത്തിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ചൈനയുടെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നൊരു റിസർച്ച് ഫേമിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പെട്രോകെമിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ച് സൗത്ത് ചൈന സീയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ചില രാജ്യങ്ങളൊക്കെ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ പെട്രോളിയത്തിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ വലിയ രീതിയിലുള്ള മറൈൻ ലൈഫുള്ള, അതായത് ഫിഷിങ്ങിനൊക്കെ പറ്റുന്ന വളരെ റിച്ച് ഫിഷിംഗ് ഗ്രൗണ്ട്സ് ഉള്ളൊരു ഏരിയയും കൂടിയാണ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടാണെന്ന് മനസ്സിലാക്കുക. അതായത് സൗത്ത് ചൈന സീ എന്ന് പറയുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു അതിർത്തി തർക്കമാണ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടാണ് സൗത്ത് ചൈന സീ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ടിനകത്ത് എല്ലാ രാജ്യങ്ങൾക്കും പരസ്പരം ഡിസ്പ്യൂട്ടിംഗ് ആയിട്ടുള്ള ക്ലെയിംസ് സൗത്ത് ചൈന സീക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സൗത്ത് ചൈന സീയുടെ ഏകദേശം 90% തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഏകദേശം സൗത്ത് ചൈന സീയുടെ 90% ഹിസ്റ്റോറിക്കലി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ചൈന പറയുന്നത്. അപ്പോൾ ചൈന ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ക്ലെയിം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബേസ് ചെയ്യുന്ന, അതായത് അവരുടെ ഈ ഒരു വാദത്തിനെ ബേസ് ചെയ്യുന്ന ഒരു ക്ലെയിം ലൈൻ ഉണ്ട്. ആ ക്ലെയിം ലൈൻ അറിയപ്പെടുന്നത് 9- ലൈൻ എന്നുള്ള പേരിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാപ്പിനകത്ത് കാണുന്ന ഈ ഒരു ഏരിയയാണ് 9- ലൈൻ എന്ന്
പറയുന്നത്. അപ്പോൾ ഈ 9 ലൈനിൻ്റെ അകത്ത് വരുന്ന സൗത്ത് ചൈന സീയുടെ പാർട്ടുകളെല്ലാം തന്നെ അത് ഏകദേശം സൗത്ത് ചൈന സീയുടെ 90% വരും. ഇത് ഹിസ്റ്റോറിക്കലി ചൈനക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ചൈന പറയുന്നത്. അതായത് അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പറയുന്നതും കമ്മ്യൂണിസ്റ്റ് ചൈന പറയുന്നതും അത് തന്നെയാണ്. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ തായ്വാൻ പറയുന്നതും ഇതാണ്. ഓക്കെ, ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കേസിൽ പറയുന്നത് അത് ഞങ്ങളുടേതാണെന്ന് അവർ പറയുന്നു, തായ്വാൻ പറയുന്നത് അവരുടേതാണെന്നാണ്. പക്ഷേ ഇവരുടെ ക്ലെയിം ലൈൻസ് സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഈ പറയുന്ന ചൈനയുടെ ഇത്രയും വലിയൊരു ക്ലെയിം ലൈൻ വരുന്ന സമയത്ത് ഇതിൻ്റെ അതിർത്തി പങ്കിടുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ അവകാശവാദങ്ങളുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ പരസ്പരം കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇപ്പോൾ ചൈന പറയുന്ന ഈ 9 ലൈനിനകത്താണ് ഫിലിപ്പീൻസ് അവരുടെ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്, വിയറ്റ്നാമിന് അവരുടെ അവകാശവാദം ഉള്ളത്, അതുപോലെ തന്നെ മലേഷ്യക്കും ഈ അടുത്ത കാലത്തായിട്ട് ഇന്തോനേഷ്യക്കൊക്കെ അവകാശവാദങ്ങളുള്ളത്. പക്ഷേ ഈ സൗത്ത് ചൈന സീക്കകത്ത് നമ്മൾ ഇത്രയും രാജ്യങ്ങൾക്കിടയിൽ ഈ ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് നിലവിലുണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ നിലവിലുള്ളത് ചൈനയും വിയറ്റ്നാമും തമ്മിലാണ്. ഓക്കെ, ഒന്ന് ചൈനയും വിയറ്റ്നാമും തമ്മിലും മറ്റൊന്ന് ചൈനയും ഫിലിപ്പീൻസും തമ്മിലുമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 രാജ്യങ്ങൾക്കിടയിലാണ് അല്ലെങ്കിൽ ചൈനക്കും വിയറ്റ്നാമിനും ഇടയിലും അതുപോലെ തന്നെ ചൈനക്കും ഫിലിപ്പീൻസിനും ഇടയിലാണ് സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട തർക്കങ്ങളുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഈ സൗത്ത് ചൈന സീയിൽ കിടക്കുന്ന ഒരു പറാസൽ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ആർച്ചിപ്പലാഗോ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. വലിയ രീതിയിലുള്ള നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ളൊരു മേഖലയാണ് ഈ പറാസൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറാസൽ ഐലൻഡ്സിൻ്റെ ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പറാസൽ ഐലൻഡ്സിൻ്റെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൈനയും വിയറ്റ്നാമിനും ഇടയിൽ ഒരു തർക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറാസൽ ഐലൻഡ്സിൽ പെടുന്ന കുറേ ഐലൻഡുകളൊക്കെ വിയറ്റ്നാമിൻ്റെ കൺട്രോളിലും ചിലതൊക്കെ ചൈനയുടെ കൺട്രോളിലുമാണ്. ഓക്കെ, പിന്നെ തർക്കമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഫിലിപ്പീൻസും ചൈനയും തമ്മിലാണ്. ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ ഒരുപാട് സ്ഥലങ്ങളിലെ തർക്കങ്ങൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം സ്പാർട്ട്ലി ഐലൻഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ആർച്ചിപ്പലാഗാണ്. 100 കണക്കിന് ചെറിയ ഐലറ്റുകൾ ഉൾപ്പെടുന്നതാണ് ഈ സ്പാർട്ട്ലി ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പാർട്ട്ലി ഐലൻഡ്സിൻ്റെ ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ട് ചൈനക്കും ഫിലിപ്പീൻസിനും ഇടയിൽ തർക്കങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഈ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സ്പാർട്ട്ലി ഐലൻഡ്സ് എന്ന് പറയുന്നത് ചൈനയുടെ മെയിൻലാൻഡിൽ നിന്ന് ഒരുപാട് ദൂരത്താണ് കിടക്കുന്നത്. പക്ഷേ ഫിലിപ്പീൻസിൽ നിന്നും അത്യാവശ്യം ദൂരത്താണെങ്കിലും ചൈനയെക്കാട്ടിലും അടുത്താണ് ഈ സ്പാർട്ട്ലി ഐലൻഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്പാർട്ട്ലി ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ചൈനക്കും ഫിലിപ്പീൻസിനും ഇടയിലുള്ള വലിയ രീതിയിൽ തർക്കങ്ങളുണ്ട്. സ്പാർട്ട്ലി ഐലൻഡ്സിനകത്ത് വലിയൊരു ശതമാനം ഐലൻഡുകളും ഇപ്പോൾ ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ അവർ ഈ എയർബേസുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മിലിറ്ററി ഫെസിലിറ്റീസൊക്കെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് റെക്ലമേഷനിലൂടെ പുതിയ ഐലൻഡുകളൊക്കെ അവർ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ അതിർത്തി തർക്കം നിലവിലുള്ള മറ്റൊരു റീജിയനാണ് സ്കാർബറോ ഷോൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 2-3 സ്ഥലങ്ങളിൽ ചൈനക്കും ഫിലിപ്പീൻസിനും ഇടയിലും ഈ സൗത്ത് ചൈന സീയിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന സൗത്ത് ചൈന സീയിൽ ഫിലിപ്പീൻസ് അവരുടേതാണെന്ന് അവകാശപ്പെടുന്ന ചില പ്രദേശങ്ങളിൽ ചൈന കടന്നു കയറി ഈ പറയുന്ന സ്പാർട്ട്ലി ഐലൻഡ്സിലും സ്കാർബറോ ഷോളിലൊക്കെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിൻ്റെ എതിരായിട്ട് നമുക്ക് UN ക്ലോസ് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഇതിൻ്റെ വയലേഷനാണ് ചൈന ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് 2016 ഫിലിപ്പീൻസ് ഗവൺമെൻറ് ഹേഗിലുള്ള പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ അല്ലെങ്കിൽ PCAനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിപ്പീൻസിന് അനുകൂലമായിട്ട് ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചൈന ഈ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലകളിലാണ് ഇപ്പോഴും ഈ ചൈനയുടെയും ഫിലിപ്പീൻസിൻ്റെയൊക്കെ കോസ്റ്റ് ഗാർഡുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്. ഇനി സൗത്ത് ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു സ്റ്റാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ബേസിക്കലി ഇത്രയും കാലം ഒരു 2023 വരെ നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റാൻസ് എന്ന് പറയുന്നത് UN ക്ലോസ് അംഗീകരിച്ച്, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് അനുസരിച്ച് ഇതിന് സമാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ ലോസ് അനുസരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം, എല്ലാ ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസും ഇൻ്റർനാഷണൽ ലോസ് അബൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ 2016 ഈ ഉത്തരവ് PCAയുടെ ഉത്തരവ് അംഗീകരിക്കണം എന്ന് 2023 തൊട്ട് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യമായിരുന്നു, വളരെ വേഗമായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാവരും പാലിക്കണം എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ 2023 തൊട്ട് ഇന്ത്യയുടെ സ്റ്റാൻസിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ 2023 തൊട്ട് ഈ 16 പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ്റെ ഉത്തരവ് അംഗീകരിക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ടിനകത്ത് ചൈന ക്ലെയിം ചെയ്തിട്ടുള്ള ചില മേഖലകളിൽ നിന്ന് ചൈന വിഡ്രോ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവസാനമായിട്ട് ഈ സൗത്ത് ചൈന സീ എന്തുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒന്ന്, ഇന്ത്യ ആസിയാനുമായിട്ടും അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയുമായിട്ടൊക്കെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ട്രേഡ് മൊത്തം കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. അതുപോലെ തന്നെ ഈ ഫിലിപ്പീൻസ്, വിയറ്റ്നാം പോലുള്ള സൗത്ത് ചൈന സീയിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനകത്ത് ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയനിലുള്ള ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ
ഈ സൗത്ത് ചൈന സീക്കകത്ത് ചൈനയുടെ അത്രയും വലിയ ക്ലെയിം ബേസിക്കലി പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 7-നകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, റിഫോമിങ് ദ പ്രോസസ് ഓഫ് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഇന്ത്യയിലുള്ള കൊളീജിയം സിസ്റ്റത്തെക്കുറിച്ചും അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന NJSE-യെക്കുറിച്ചും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ NJSE-നെ റിഫോം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അത് റീവർക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെയാണ് ഈ പറയുന്നൊരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഹയർ ജുഡീഷ്യറിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്, അതായത് ഹൈക്കോർട്ടിലേക്കും സുപ്രീം കോർട്ടിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 124-നകത്താണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 217 ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 124-ഉം 217 അനുസരിച്ച് ഹൈക്കോർട്ടിലെയും സുപ്രീം കോർട്ടിലെയും ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡൻറ്റിനാണ്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇത് ചെയ്യുന്ന സമയത്ത് ജുഡീഷ്യറിയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം, അതായത് ജഡ്ജിമാരുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്ന് ഈ ആർട്ടിക്കിൾ 124-നകത്തും 217-നകത്തും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെയിം ആർട്ടിക്കിളുകളിൽ തന്നെയാണ് ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചും പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജ് ആവണമെങ്കിൽ ഒന്നുകിൽ 5 വർഷമോ അതിൽ കൂടുതലോ ഹൈക്കോടതി ജഡ്ജായിട്ടിരുന്നിരിക്കണം, അതല്ലെങ്കിൽ 10 വർഷമോ അതിൽ കൂടുതലോ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം, അതും അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഹൈക്കോടതിയുടെ കേസിലാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആവണമെങ്കിൽ ഒന്നുകിൽ 10 വർഷമോ അതിൽ കൂടുതലോ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം, അതല്ലെങ്കിൽ 10 വർഷമോ അതിൽ കൂടുതലോ ഒരു ജുഡീഷ്യൽ ഓഫീസ് ഹോൾഡറായിട്ട്, അതായത് ലോവർ കോർട്ടിലെ ജഡ്ജിമാരൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിമാരുമായിട്ട് ജുഡീഷ്യറിയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് പ്രസിഡന്റ് ഈ സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ കൺസൾട്ടേഷൻ എന്നുള്ള വാക്കുകൊണ്ട് കൂടിയാലോചന എന്നുള്ള അർത്ഥമുള്ള വാക്കാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജഡ്ജിമാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിന് പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് അൾട്ടിമേറ്റ്ലി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിനകത്ത് ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1970-കളിലൊക്കെ ചില കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് 73-ലും അതുപോലെ തന്നെ 77-ലും സീനിയോറിറ്റിനെ മറികടന്നുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്തതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് കാരണം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പിന്നീട് ഈ കൺസൾട്ടേഷൻ എന്നുള്ള ടേമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 124-നകത്തും 217-നകത്തും ഈ ഹൈക്കോർട്ടിലെയും സുപ്രീം കോർട്ടിലെയും ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് ജുഡീഷ്യറിയുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ കൺസൾട്ടേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ 1980-കളിലും 90-കളിലും പ്രധാനപ്പെട്ട 3 കേസുകൾ വരുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് 3 ജഡ്ജസ് കേസസ് എന്ന് വിളിക്കുന്നത്. ആ 3 കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് 1982-ൽ വന്നിട്ടുള്ള SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണ്. രണ്ടാമത്തത് 1993-ൽ വന്നിട്ടുള്ള സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണ്. മൂന്നാമത്തത് 1998-ൽ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ റെഫറൻസ് കേസാണ്. ആർട്ടിക്കിൾ 143 അനുസരിച്ച് പ്രസിഡന്റ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കേസാണ്. അപ്പോൾ ഈ 3 കേസുകളിലൂടെ അൾട്ടിമേറ്റ്ലി സുപ്രീം കോടതി കൺസൾട്ടേഷൻ എന്നുള്ളതുകൊണ്ട് കൺകറൻസ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി 93-ലെ ഈ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് അല്ലെങ്കിൽ സെക്കൻഡ് ജഡ്ജസ് കേസ് എന്നറിയപ്പെടുന്ന ഈ കേസിലാണ് സുപ്രീം കോടതി ഈ ആർട്ടിക്കിൾ 124-നകത്തും 217-നകത്തും പറയുന്ന കൺസൾട്ടേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺകറൻസ് ആണെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പ്രസിഡന്റ് ഒരാളെ സുപ്രീം കോർട്ടിലേക്കോ ഹൈക്കോർട്ടിലേക്കോ ജഡ്ജായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ അപ്പോയിൻമെൻറ്റിനെ ജുഡീഷ്യറി കൺകർ ചെയ്താൽ, ജുഡീഷ്യറി അംഗീകരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ജുഡീഷ്യറിയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ അപ്പോയിൻമെൻറ്റ് വാലിഡ് ആയിട്ട് മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കൺസൾട്ടേഷൻ പ്രോസസ്സ് എന്താണെന്നൊക്കെ സുപ്രീം കോടതി പറയുന്നുണ്ട്. അങ്ങനെയാണ് സുപ്രീം കോടതി ഈ കൊളീജിയം സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ കേസിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 4 ജഡ്ജിമാരും ഉൾപ്പെടുന്ന ഒരു ബോഡിയാണ് സുപ്രീം കോർട്ട് കൊളീജിയം എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോർട്ടിൽ ഒരു ജഡ്ജിൻ്റെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കൊളീജിയം ചേർന്നിട്ടാണ് ആരെയാണ് ജഡ്ജായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അവർ ആ പേര് പ്രസിഡൻറ്റിന് റെക്കമെൻഡ് ചെയ്യും. ലോ മിനിസ്ട്രിയുടെ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് അയാൾ അപ്പോയിൻറ്റ് ചെയ്യും. ഇതാണ് നോർമലി നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് നടക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 3rd ജഡ്ജസ് കേസിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ കൊളീജിയം സിസ്റ്റം ഇതാണെന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ഈ പറയുന്ന സെക്കൻഡ് ജഡ്ജ് കേസോട് കൂടിയിട്ട് അല്ലെങ്കിൽ തേർഡ് ജഡ്ജ് കേസോട് കൂടിയിട്ട് സെക്കൻഡ് ജഡ്ജ് കേസോട് കൂടിയിട്ടാണ് ഇത് കൺകറൻസ് ആയിട്ട് പറയുന്നത്. തേർഡ് ജഡ്ജ് കേസോട് കൂടിയിട്ടാണ് ഈ കൊളീജിയം ഈ രീതിയിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ജഡ്ജസ് കേസ് തീരുന്നതോട് കൂടിയിട്ട് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിനകത്ത് അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് ജഡ്ജിമാർ തന്നെയാണെന്നുള്ളൊരു അവസ്ഥ വന്നു. അതായത് ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാരും അടങ്ങുന്ന ഒരു കൊളീജിയമാണ് ഇതിനകത്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന പേരുകാരെ മാത്രമേ പ്രസിഡന്റിന് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളീജിയം സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇതൊരു ജുഡീഷ്യൽ ഇൻ്റർപ്രട്ടേഷനിലൂടെ, അതായത് ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതി ഉണ്ടാക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണിത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സിസ്റ്റം നമുക്ക് ലോകത്തിലൊരിടത്തും ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. മൂന്നാമത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയാണ്. കാരണം ഇപ്പോൾ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ വേക്കൻസി വരുന്ന സമയത്ത് ഈ കൊളീജിയം ഓരോരോ പേരുകൾ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആളുകൾ ഇവർ സെലക്ട് ചെയ്തതെന്നുള്ളത് ഒരിക്കലും ഇവർ പുറത്തു വരാറില്ല. അതായത് ഈ കൊളീജിയത്തിനകത്ത് നടക്കുന്ന ഡെലിബറേഷൻസ് ഒരിക്കലും പുറത്തു വരാറില്ല. അവസാനം ഇവരൊരു പ്രസ് റിലീസ് ഇന്നയാളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് റിലീസ് ഇറക്കുക മാത്രമാണ് ചെയ്യുക. അതല്ലാതെ ഈ ജഡ്ജിമാർക്കിടയിൽ നടന്നിട്ടുള്ള ഡെലിബറേഷൻ പുറത്തു വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജഡ്ജിമാരുടെ ഇഷ്ടക്കാരെ ജുഡീഷ്യറിക്കകത്ത് തിരികെ കയറ്റുന്നു എന്നുള്ളൊരു പ്രശ്നം ഈ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ കൊളീജിയത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ കാരണമാണ് 2014 ഇന്ത്യൻ പാർലമെൻറ്റ് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കിയിട്ട് ആർട്ടിക്കിൾ 124A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 124A പറയുന്നത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ NJAC എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളതാണ്. ഇനി ആ NJACയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ NJAC എന്താണ്, അതിൻ്റെ കോമ്പോസിഷൻ എന്താണെന്നൊക്കെ ആർട്ടിക്കിൾ 124A പറയുന്നുണ്ട്. ഇനി NJACയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇവരുടെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ വർഷം തന്നെ പാർലമെൻറ്റ് ഒരു NJAC ആക്ട് അല്ലെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ ആക്ട് എന്ന് പറയുന്ന ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്റ്റും പാസ്സാക്കുന്നുണ്ട്. അപ്പോൾ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഈ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് NJAC എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 6 മെമ്പർ ബോഡിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രപ്പോസ്ഡ് ബോഡി ആയിരുന്നു. NJACയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതുകൂടാതെ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 2 ജഡ്ജിമാർ ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ യൂണിയൻ ലോ മിനിസ്റ്റർ ഇതിലൊരു മെമ്പർ ആയിരിക്കും. ഇത് കൂടാതെ 2 എമിനൻ്റ് പേഴ്സൺസ്, ഓക്കെ, 2 എമിനൻ്റ് പേഴ്സൺസും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 എമിനൻ്റ് പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നത് ഒരു സെലക്ട് കമ്മിറ്റിയാണ്. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ, ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഓക്കെ, ഈ 3 പേരടങ്ങുന്ന ഒരു സെലക്ട് കമ്മിറ്റിയാണ് ഈ 2 എമിനൻ്റ് പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും 2 ഔട്ട്സൈഡേഴ്സും അടങ്ങുന്ന ഒരു 6 മെമ്പർ ബോഡിയായിരുന്നു ഈ പ്രപ്പോസ്ഡ് NJAC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു വൈഡർ റെപ്രസെൻറ്റേഷൻ ഉള്ളൊരു ബോഡിയാണ്. ഇതിനകത്ത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് കൊളീജിയം സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ NJAC പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2015 ഈ NJAC നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ 99th അമെൻമെൻറ്റ് ആക്റ്റും അതുപോലെ തന്നെ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ആക്ട് 2014 സുപ്രീം കോടതിയിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള കാരണത്താൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2015 സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ വിധി എന്ന് പറയുന്നത് ഈ NJAC അല്ലെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സെപ്പറേഷൻ ഓഫ് പവർ എന്നൊക്കെ പറയുന്ന ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നത് കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിധിയോട് കൂടിയിട്ട് ഈ NJAC നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ അതില്ലാതായി പഴയ പോലെ കൊളീജിയം സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥ വരാനും തുടങ്ങി. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്ഥിരമായിട്ട് ഈ പറയുന്ന ജുഡീഷ്യറിക്കും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിനും ഇടയിൽ ഈ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ കാണാൻ പറ്റും. ഈ ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒക്കെ അപ്പോയിൻമെൻറ്റുകൾ ആവശ്യമില്ലാതെ ഡിലേ ആവുന്നതും പാർലമെൻറ്റിലൊക്കെ പലപ്പോഴും ഇതിനെതിരായിട്ട് ഈ MP-മാരാണെങ്കിലും മിനിസ്റ്റേഴ്സ് ആണെങ്കിലും പ്രസ്താവന നടത്തുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ജുഡീഷ്യറി വേഴ്സസ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ജുഡീഷ്യറി വേഴ്സസ് എക്സിക്യൂട്ടീവ് എന്നുള്ള കോൺഫ്ലിക്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം ഈ കൊളീജിയം സിസ്റ്റത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലനിൽപ്പാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മെയിൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിനെ കുറിച്ചാണ്.
അപ്പോൾ ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോർട്ടിൻ്റെ 75ാം വാർഷികം ഇപ്പോൾ റീസെൻ്റ്ലി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ 2 ദിവസമായിട്ട് വാർത്തകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12-നകത്ത് ഇന്നലെ ഈ ഒരു പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈ സെൻട്രലി അല്ലെങ്കിൽ ഈ പറയുന്ന ലോവർ കോർട്ടിലേക്ക് സബോർഡിനേറ്റ് കോർട്ടിലേക്കുള്ള ജഡ്ജിമാരെ സെൻട്രലി റിക്രൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജുഡീഷ്യലിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജുഡീഷ്യൽ റിക്രൂട്ട്മെൻറ്റിനകത്ത് ഒരു നാഷണൽ ലെവൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് പറയാനുള്ള കാരണം ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ലോവർ കോർട്ടുകളിലേക്കുള്ള ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവർണർമാരാണ്. അപ്പോൾ അതിനകത്ത് ഡിസ്ട്രിക്ട് കോർട്ടിൽ താഴെയുള്ള റാങ്കിലുള്ള ജഡ്ജിമാരെയൊക്കെ അതത് സംസ്ഥാനങ്ങൾ നടത്തുന്ന സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് വൈസസിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോവർ കോർട്ടുകളിൽ വലിയ രീതിയിലുള്ള വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ബാക്ക്ലോഗ് ഓഫ് കേസസ് ഒക്കെ വരാനുള്ള കാരണം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 28% ജഡ്ജിമാരുടെ വേക്കൻസീസ് ഡിസ്ട്രിക്ട് കോർട്ടുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സെൻട്രൽ ലെവലിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഈ ജുഡീഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആവശ്യകത ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 312-നകത്താണ് ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ച് പറയുന്നത്. IAS, IPS, IFSനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 312-നകത്ത് പരാമർശിച്ചിട്ടുള്ള മറ്റൊരു ഓൾ ഇന്ത്യ സർവീസാണ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1976 42nd അമെൻമെൻറ്റിലൂടെയാണ് ഈ ആർട്ടിക്കിൾ 312-നകത്ത് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ ഡിസ്ട്രിക്റ്റ് ജഡ്ജിമാരല്ലാത്ത മറ്റുള്ള ലോവർ കോർട്ടിലേക്കുള്ള ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 312 പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഈ ഇന്ത്യൻ പാർലമെൻറ്റിന് ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്ന പുതിയൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യാം. ഇന്ത്യയിൽ പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനാദ്യം രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് പാർലമെൻറ്റിനോട് ആവശ്യപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിന് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊവിഷൻ കഴിഞ്ഞൊരു പാസ്റ്റ് 50 years ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു നിയമനിർമ്മാണം ഇത്രയും കാലമായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിൽ ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രപ്പോസൽസ് ഇന്ത്യയിൽ ഓൾറെഡി നിലവിലുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആയിട്ടുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ 2012 ഒരു കോംപ്രഹെൻസീവ് പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കമ്മിറ്റി ഓഫ് സെക്രട്ടറീസ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയും അവർ അപ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്തതാണ് 2012. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി ഈ സെൻട്രൽ ലെവലിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് UPSC എക്സാം നടക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ കുറച്ചും കൂടി സഹായിക്കും. നാഷണൽ ഇൻ്റഗ്രേഷനൊക്കെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി ലഡാക്ക് റീജിയനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നും കുറേ വാർത്തകൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിനകത്തൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ LACയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ LAC എന്ന് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഡിഫാക്റ്റോ ബോർഡറിനെ വിളിക്കുന്ന പേരാണ് LAC എന്ന് പറയുന്നത്. അതായത് അത് ഒഫീഷ്യൽ ബോർഡർ അല്ല, പക്ഷേ പ്രാക്ടിക്കലി ഓൺ ദി ഗ്രൗണ്ട് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള അതിർത്തിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ LAC എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഒക്കെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 3500 കിലോമീറ്റർ അതിർത്തി അല്ലെങ്കിൽ 3480 കിലോമീറ്റർ അതിർത്തി, റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 3500 കിലോമീറ്ററിൻ്റെ ഇൻ്റർനാഷണൽ ബോർഡർ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കലി അത്രയില്ല. കാരണം ഈ പാക് ഒക്കുപൈഡ് കാശ്മീർ പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ പ്രാക്ടിക്കലി അതിർത്തിയില്ല. ഇവിടെ പാകിസ്ഥാനും ചൈനയാണ് കിടക്കുന്നത്. പക്ഷേ ഇതും കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന ഇന്ത്യ ചൈന അഫ്ഗാനിസ്ഥാൻ ട്രൈ ജംഗ്ഷൻ തൊട്ട് ഈ ഇന്ത്യ മ്യാൻമാർ ചൈന ട്രൈ ജംഗ്ഷൻ വരെയുള്ള ഇത്രയും ഏരിയയാണ് 3500 കിലോമീറ്റർ, റഫ്ലി 3500 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി അത് അത്രയും ഇല്ലയെന്ന് മനസ്സിലാക്കുക. കാരണം പാക് ഒക്കുപൈഡ് കാശ്മീരിലുള്ളതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള അതിർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇന്ത്യയും മ്യാൻമാറും ചൈനയും തമ്മിലുള്ള ട്രൈ ജംഗ്ഷൻ വരെയുള്ള ഈ ഒരു അതിർത്തിയാണ് ഇന്ത്യ ചൈന അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോർഡർ അല്ല, പകരം ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നൊരു ബോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തി
ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീസൺസ് കാരണം, അപ്പോൾ ഈ ഹിമാലയൻ റേഞ്ചസിൻ്റെയൊക്കെ എക്സിസ്റ്റൻസ് കാരണം ഒരു കാലത്തും കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അത് ഓൺ ദി ഗ്രൗണ്ടിൽ ഒരിക്കലും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് 62 യുദ്ധം നടന്നിട്ടുള്ളതും ഇപ്പോഴും ഈ ബോർഡർ സ്റ്റാൻഡ് ഓഫ് നടക്കുന്നതൊക്കെ. പക്ഷേ അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ഇൻ്റർനാഷണൽ ബോർഡറായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ബോർഡർ ഇല്ലാതെ ഈ LAC വരാനുള്ള കാരണവും. ഇനി നമുക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഈ ഒരു 3500 കിലോമീറ്റർ വരുന്ന അതിർത്തിനെ 3 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് വെസ്റ്റേൺ സെക്ടറാണ്. വെസ്റ്റേൺ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗത്ത് വരുന്ന ഇന്ത്യ ചൈന അതിർത്തിയാണ് വെസ്റ്റേൺ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ സൈഡിൽ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും ചൈനയുടെ സൈഡിൽ ടിബറ്റൻ ഓട്ടോണമസ് റീജിയൻ അല്ലെങ്കിൽ ടിബറ്റ് എന്ന് പറയുന്ന ചൈനീസ് പ്രൊവിൻസും അതുപോലെ തന്നെ നോർത്തേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സിൻജിയാങ് എന്ന് പറയുന്ന പ്രൊവിൻസും ഉള്ളത്. അപ്പോൾ ഈ സിൻജിയാങ്ങുമായിട്ടും ടിബറ്റുമായിട്ടും ഇന്ത്യയുടെ ലഡാക്ക് അതിർത്തി ഷെയർ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ വെസ്റ്റേൺ സെക്ടർ എന്ന് വിളിക്കുക. പിന്നെ ഒരു മിഡിൽ സെക്ടർ ഉണ്ട്. മിഡിൽ സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ 2 സ്റ്റേറ്റുകൾ ടിബറ്റുമായിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മിഡിൽ സെക്ടർ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഈസ്റ്റേൺ സെക്ടർ ഉണ്ട്. ഈസ്റ്റേൺ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി നമ്മുടെ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ ചൈനയുടെ ടിബറ്റും തമ്മിലുള്ള അതിർത്തിയാണ്. പക്ഷേ 75-ൽ സിക്കിം ഇന്ത്യയുടെ ഭാഗമായതിനു ശേഷം ഈസ്റ്റേൺ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിമും അരുണാചൽ പ്രദേശും ടിബറ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന അതിർത്തിനെയാണ് നമ്മൾ ഈസ്റ്റേൺ സെക്ടർ എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഈ LAC എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ധാരണ 2 രാജ്യങ്ങൾക്കും ഇടയിലില്ല. അത് ഡിസ്പ്യൂട്ടിംഗ് ആണ്. ഇപ്പോൾ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ അതിർത്തി ഒരു സ്ഥലത്തും ചൈനയുടെ പോയിന്റ് ഓഫ് വ്യൂ വേറൊരു സ്ഥലത്തുമൊക്കെയാണ്. അപ്പോൾ റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ലഡാക്ക് സെക്ടറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ സെക്ടറിനകത്ത് ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി എന്ന് പറയുന്നത് അവിടെയുള്ള LAC എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അല്ല. കാരണം ഈ മേഖലയിലുള്ള അതിർത്തി തർക്കത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ലഡാക്ക് റീജിയൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഈ പ്രദേശം ഇതിനെയാണ് നമ്മൾ അക്സായ് ചിൻ എന്ന് പറയുന്നത്. അക്സായ് ചിൻ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും പക്ഷേ ചൈന കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നൊരു ടെറിട്ടറിയാണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി 2 കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ബോർഡർ ലൈൻസ് പണ്ട് ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ജോൺസൺ ആർഡക് ലൈൻ എന്ന് പറയുന്ന ലൈനാണ്. ഇതനുസരിച്ച് അക്സായ് ചിൻ ഇന്ത്യയുടെ ഭാഗമാണ്. മറ്റൊന്ന് മക്കാർത്തിനി മക്ഡൊണാൾഡ് ലൈൻ എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. അതനുസരിച്ച് അക്സായ് ചിൻ ചൈനയുടെ ഭാഗമാണ്. പക്ഷേ 62-ലെ യുദ്ധം തൊട്ട് ചൈന ഈ അക്സായ് ചിൻ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അക്സായ് ചിൻ ചൈനയുടെ ഭാഗമായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള അതിർത്തിയാണ് ഇവിടുത്തെ LAC എന്ന് പറയുന്നത്. അത് ഈ മക്കാർത്തിനി മക്ഡൊണാൾഡ് ലൈനിനെക്കാട്ടിലും ഇന്ത്യക്കകത്തേക്ക് കയറി കിടക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ LAC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ LAC നമ്മൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അക്സായ് ചിൻ ഇന്ത്യയുടെ അല്ലാതായിട്ട് മാറും എന്ന് മനസ്സിലാക്കാതെ ഏകദേശം ഒരു 40,000 സ്ക്വയർ കിലോമീറ്ററോളം സ്ഥലമുണ്ട്. പിന്നെ ഈ പറയുന്ന ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് എന്നീ 2 സംസ്ഥാനങ്ങളുടെ ഭാഗത്തായിട്ട് വരുന്ന ചൈനയുടെ അതിർത്തി എന്ന് പറയുന്നത് അവിടെ വലിയ കാര്യമായിട്ടുള്ള അതിർത്തി തർക്കം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള, പക്ഷേ അവിടെയും ഒരു ഫിക്സ്ഡ് ബോർഡർ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ഈസ്റ്റേൺ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി അരുണാചൽ പ്രദേശിൻ്റെ കേസിൽ ഇവിടുത്തെ LAC എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പഴയ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള മെക്മഹോൻ ലൈനാണ്. പക്ഷേ ഇത് ഒഫീഷ്യലി ചൈന റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഈ മെക്മഹോൻ ലൈൻ അനുസരിച്ച് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചൈനക്കാർ പറയുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് പണ്ട് ടിബറ്റിൻ്റെ ഭാഗമായിരുന്നു. അത് പിന്നീട് ബ്രിട്ടീഷുകാർ അൺലോഫുള്ളി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെറിട്ടറി ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് LACയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ LAC എന്ന് മനസ്സിലാക്കുക. അതിനകത്തൊരു യൂണിഫോം ആയിട്ടുള്ള ഡെഫിനിഷനോ കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ പ്രാക്ടിക്കലി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു LACനെ ഒരു പ്രാക്ടിക്കൽ ബോർഡറായിട്ട് 2 രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1993-ൽ ഇന്ത്യയും ചൈനയും തമ്മിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് ദ എഗ്രിമെൻറ്റ് ഓൺ ദി മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി അലോങ് ദി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഇന്ത്യ ചൈന പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി എഗ്രിമെൻ്റ് എന്ന് പറയും. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് ഈ LAC ഒരു ഡീഫാക്റ്റോ ബോർഡറായിട്ട് ഇന്ത്യയും ചൈനയും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തും നമ്മൾ തമ്മിൽ കൃത്യമായിട്ട് 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ 2 രാജ്യങ്ങളും ഒരുമിച്ച് അംഗീകരിച്ചിട്ടില്ലാത്ത കുറേ പോയിന്റുകളുണ്ട്. ഗാൽവാൻ വാലി പോലുള്ള റീജിയൻസ് ഉണ്ട്. അവിടെയാണ് ഈ ബോർഡർ സ്റ്റാൻഡ് ഓഫ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2013-ൽ ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യ ചൈന അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബോർഡർ ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ചൈന അതിർത്തി മേഖലയിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്മഗ്ലിങ്, ഗൺ റണ്ണിങ് പോലുള്ള ആക്ടിവിറ്റീസൊക്കെ കേർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പരസ്പരം സഹകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡർ കോപ്പറേഷൻ എഗ്രിമെൻറ്റും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻസും അതുപോലെ തന്നെ ഈ സെക്ടേഴ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.